ആ കൂടിയിരുന്ന സെലിബ്രിറ്റിയെ ഞാനൊന്ന് പറയാൻ ശ്രമിക്കട്ടെ. ഓക്കെ. അല്ലു അർജുനോ? ഇതൊക്കെ മനസ്സിലായി. ഒരു കാർഡ് പറഞ്ഞില്ലേ? ആ, എനിക്കറിയാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇല്ല. യാ, കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഓപ്ഷൻ ചോയ്സ് അല്ലേ? വേൾഡ് റെക്കോർഡ് അച്ചീവർ ആണ്. വേൾഡ് റെക്കോർഡ് കിട്ടി. ഇപ്പോൾ 15 വേൾഡ് റെക്കോർഡ് ഉണ്ട്. ഞാൻ ഇൻ്റർവ്യൂസ് ചെയ്തതിനേക്കാളും കൂടുതൽ എൻ്റെ സ്റ്റുഡൻസ് ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ ബ്രോ, കേരളത്തിലെ ആദ്യത്തെ മെന്റലിസം പഠിച്ച് വേൾഡ് റെക്കോർഡ് കിട്ടുന്ന ആദിവാസി യുവാവ് എൻ്റെ സ്റ്റുഡൻ്റാണ്. വീൽ ചെയറിൽ ഇരുന്ന് മെന്റലിസം മാജിക് പെർഫോം ചെയ്യുന്ന വേൾഡ് റെക്കോർഡ് കിട്ടിയ സ്റ്റുഡൻറ്റ് എൻ്റെ സ്റ്റുഡൻ്റാണ്. തമിഴ്നാട്ടിലെ നമ്പർ 1 ലേഡി മെന്റലിസ്റ്റ് എൻ്റെ സ്റ്റുഡൻ്റാണ്. കേരളത്തിലെ പെർഫോമിംഗ് ലേഡി മെന്റലിസ്റ്റ് എൻ്റെ സ്റ്റുഡൻ്റാണ്. ഇപ്പം ഞാൻ നിങ്ങൾ വിചാരിച്ചൊരു കാര്യം പറഞ്ഞു. ഇപ്പം ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കും, ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ ചുണ്ടിൽ നോക്കും, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിടിക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഓഡിയൻസ് വിചാരിച്ചിരിക്കുന്ന അവൻ്റെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കുന്നതാണോ? ഞങ്ങൾ മെന്റലിസ്റ്റുകൾ പറഞ്ഞു കണ്ണിൽ നിന്ന് വായിച്ചെടുക്കുന്നതാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, മെന്റലിസം പഠിച്ചു തരാൻ പറ്റത്തില്ല, ഒരു മാസം കൊണ്ട് പഠിച്ചു കഴിയാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ട്രാവൽസ്പാർക്ക് മീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. മെന്റലിസത്തിലൂടെ ആളുകളുടെ ശ്രദ്ധ നേടിയ മെന്റലിസ്റ്റ് ആദിലാണ്. ആദിൽ, ട്രാവൽസ്പാർക്ക് മീഡിയയിലേക്ക് സ്വാഗതം. അതിൽ മാജിക്കിലൂടെ ആണല്ലേ മെന്റലിസത്തിലോട്ട് കടന്നു വന്നത്? കാര്യം അതിനകത്തൊരു ഞാൻ ഒന്ന് തിരുത്തിക്കോട്ടെ സംഭവം. കാര്യം മെന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് ചിലർ വിചാരിക്കും മെന്റലിസം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു അത്ഭുത സിദ്ധിയോ സംഭവങ്ങളോ ഉള്ള സംഭവമാണ്, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ പറയാൻ പറ്റും എന്നൊക്കെയുള്ള രീതി പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചോദിച്ചു മാജിക്കിലൂടെ ആണ് എത്തിയെന്നുള്ളത്. മാജിക്കിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഈ മെന്റലിസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആദ്യത്തെ കാലത്ത് നേരത്തെ ഈ മെന്റലിസം എന്ന് പറയുന്ന സംഭവത്തിന് ഒരു വേറെ പേരായിരുന്നു, മെന്റൽ മാജിക് എന്ന് പറയും. ഈ മെന്റൽ മാജിക് ക്രിയേറ്റ് ചെയ്ത് ഒരു മെന്റലിസം എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് എത്തിപ്പെട്ടതാണ്. ഈ കാര്യം ഒരുപാട് പഴയ ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇന്നത്തെ ഫീൽഡിലുള്ള ആൾക്കാരെല്ലാം മജീഷ്യൻസ് ആണ്. മജീഷ്യനിലൂടെ മെന്റലിസ്റ്റ് ആയവരാണ്. പെട്ടെന്ന് വരുന്ന ആൾക്കാരാണ് മെന്റലിസ്റ്റ്. അതിലിന്റെ എത്രാമത്തെ വയസ്സിലായിരിക്കും അതിലപ്പോ ഇതിലോട്ട് വരുന്നത്? അതായത് ഞാൻ 5ാം ക്ലാസ്സിലാണ് ഈ ഒരു സംഭവം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ആ ഒരു പ്രായത്തിൽ തന്നെ പഠിച്ചും തുടങ്ങി. അങ്ങനെ 6ാം ക്ലാസ്സൊക്കെ ആയപ്പം പെർഫോം ചെയ്യും. അത് വലിയൊരു കഥയാണ് അത്. കാര്യം ഞാൻ ഈ സയൻസിൻ്റെ എക്സിബിഷൻസിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്പടികൻ സിനിമയിൽ മോഹൻലാലിൻ്റെ ചെറിയ പ്രായത്തിൽ പുള്ളിക്കാരനൊരു FMO അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടാക്കില്ല, അതിങ്ങനെ ഒരു അച്ഛൻ വന്നിട്ട് ഇങ്ങനെ മറ്റേ തീക്കകത്തിടുന്ന ഒരു സംഭവം. ഇതുപോലെ ഒരു ചെറിയ ബോക്സിൽ ഒരു ആംപ്ലിഫയർ പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടായിരുന്നു എൻ്റെ ഈ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതിന് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ഈ ഫസ്റ്റ് കിട്ടിയ പിള്ളേരെല്ലാവരെയും കൂടെ മാജിക് പ്ലാന്റിലാണ് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ അന്ന് അവിടെ പോയിട്ട് മാജിക് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇമ്പ്രസ്ഡ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതെ, അതിന് മുമ്പേ ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അടുത്തുള്ള ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ചെറുതായിട്ട് കാണിച്ചിട്ട്. പക്ഷെ പഠിക്കാൻ തുടങ്ങുന്നത് മെയിനായിട്ട് അവിടുത്തെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 8ാം ക്ലാസ് ലെവലിലൊക്കെ സ്റ്റേജ് പെർഫോമൻസ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അന്നത്തെ ആ ഒരു സമയം തൊട്ട് ഏൺ ചെയ്ത് തുടങ്ങിയിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഈ ഒരു സ്റ്റേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന സമയം. എൻ്റെ ഫസ്റ്റ് ഷോയിൽ എൻ്റെ എനിക്ക് കിട്ടിയ കാശ് എന്ന് പറഞ്ഞാൽ 500 രൂപ. 500 രൂപ അന്നത്തെ കാലം? അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ വലിയ ഇതില്ലല്ലോ, 8ാം ക്ലാസ് എന്ന് പറയുന്ന സമയം. ഇപ്പൊ അതിലിപ്പോ ഏജ് ഇപ്പൊ എത്രയുണ്ട്? 22. ഇപ്പം അതിലൂടെ വന്നത് തന്നെ ഒരു BM-ലാണ് വന്നത്. ഈ ഒരു ഏജില് അത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുനാളിലുള്ളൊരു ആഗ്രഹമായിരുന്നു, ഒരു റോൾസ് റോയ്സ് ആയിരുന്നു ആഗ്രഹം. പക്ഷെ അതിൻ്റെ ഒരു തുടക്കം പോലെ BM എടുത്തതാണ്. എല്ലാം ഇതിനകത്തിൽ കൂടെ തന്നെ, അല്ലാതെ വേറെ. ഇപ്പോഴത്തെ ഈ ഒരു ഏജിലുള്ള എല്ലാവരുടെയും ഒരു എയിം എന്നൊക്കെ പറയുന്നത് തന്നെ ഇങ്ങനെ ആയിരിക്കും. എല്ലാവർക്കും ഇപ്പം ആണുങ്ങൾക്ക് പൊതുവെ വണ്ടികളോടായിരിക്കും താല്പര്യം. തീർച്ചയായിട്ടും. അപ്പോൾ വണ്ടി പ്രാന്തം. അതെ. അതിലെ ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. കാര്യം ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ തന്നെ ഒരുപാട് ഇത് കാണുന്ന ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരിക്കും. കുറച്ച് പേർക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മെന്റലിസം, ഹിപ്നോട്ടിസം ഒക്കെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഇതിലോട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അതിനെയൊക്കെ അതിലെങ്ങനെയാണ് നോക്കി കാണുന്നത്?
മാനിപ്പുലേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് രീതിയാണ് ഉദ്ദേശിച്ചത്? മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്പിരിച്വാലിറ്റി ലെവലിലോട്ടൊക്കെ മെന്റലിസത്തിനെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ പ്രേതബാധ ഒഴിപ്പിക്കല്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തില് കള്ളസ്വാമികൾ. പക്ഷേ ഞാൻ അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. ഇപ്പോൾ ഞാൻ ഒരു സംഭവത്തിലൂടെ ഞാൻ തുടങ്ങാം. ഓക്കെ, കാര്യം അത് പറയുന്നതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നു. ഇമാജിൻ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഒരു വേറെ ഏതൊരു സ്ഥലത്താണ്. അവിടെ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. അല്ലേ, വേണ്ട, ഫ്രണ്ട് വേണ്ട, ഒരു സെലിബ്രിറ്റി ഫ്രണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ഇമാജിൻ ഒരു സെലിബ്രിറ്റി ഫ്രണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്തോ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ലൈക്ക് എന്തിലാണ് പോകുന്നത്? കാർ വേണോ, ബൈക്ക് വേണോ, ഫ്ലൈറ്റ് വേണോ, എന്ത് വേണം? കാറിൽ പോവാം. കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഒരു ഒരു ഷോപ്പ് കണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ അഖിൽ അല്ലേ പേര്? അപ്പോൾ അഖിൽ അദ്ദേഹത്തിനോട് പറയുക, നമുക്ക് അതൊന്ന് മേടിച്ചാലോ? ഓക്കെ, അദ്ദേഹം മേടിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അദ്ദേഹമാണെന്ന് തോന്നുന്നു അല്ലേ? കിട്ടി, മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അഖില് കാറിൻ്റെ ഡോറ് തുറന്ന് ആ ഒരു ഷോപ്പിൽ പോയിട്ട് ആ ഒരു സാധനം വാങ്ങിയിട്ട് വന്നു. ലൈക്ക് എന്തോ കഴിക്കുന്ന സാധനമല്ല അഖിലിൻ്റെ മനസ്സിൽ വന്ന്. കഴിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ കുടിക്കുന്ന സാധനമാണ്. കുടിക്കുന്ന സാധനം. ഓക്കെ, ഐ തിങ്ക് ആ കൂടിയിരുന്ന സെലിബ്രിറ്റിയെ ഞാനൊന്ന് പറയാൻ ശ്രമിക്കട്ടെ. ഓക്കെ, അല്ലു അർജുനോ? ഇതൊക്കെ മനസ്സിലായി. അതെ, അല്ലു അർജുനാണോ? അതെ. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, അതെങ്ങനെ മനസ്സിലായ രണ്ടാമത്തെ ചോദ്യം. എന്താ കുടിക്കാൻ, എന്താ മേടിച്ചേ? ചായ. അതെ. ഇപ്പോൾ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തില്ലേ ഞാൻ, ഒരു മെന്റലിസ്റ്റ് ആണ് എന്നുള്ളത്. അതെ. ഇപ്പൊ നിങ്ങളൊരു പൂജാരി അടുത്ത് പോവാണ്, അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുന്ന ഒരാളടുത്ത് പോവാണോ, അദ്ദേഹം ഫസ്റ്റ് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ആദ്യം നോക്കും. അതെ അല്ലേ? ഒന്നെങ്കിൽ സംസാരത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കാം. അങ്ങനെ ആർക്കും ഫസ്റ്റ് ഒരു ഇംപ്രഷൻ പിടിച്ചു പറ്റുന്ന സാധനമാണ് ഈ മാജിക്, മെന്റലിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസം എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പം ആൾക്കാർ മെയിൻലി ഇത് പഠിക്കുന്നത് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അവരുടെ എന്താണോ സബ്ജക്റ്റ് അതിനകത്ത് അവർ ഇംപ്ലിമെന്റ് ചെയ്യും. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ മെന്റൽ ഹെൽത്തിന് വേണ്ടി യൂസ് ചെയ്യാം, സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യും. ഇപ്പോൾ ഈ പഠിക്കുന്ന ആളുടെ പ്രത്യേകതയാണ്, പൂജാരിയാണ് പഠിക്കുന്നത്, പൂജാകർമ്മത്തിൻ്റെ ഇടയ്ക്ക് ആൾക്കാരെ പറ്റിക്കാനോ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, നമ്മൾ തീർത്തും പറയുന്നില്ല, അങ്ങനെ യൂസ് ചെയ്യും. പക്ഷെ ഇതൊക്കെ കാണിക്കുന്ന സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു എത്തിക്സിനെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, ഒരു ആർട്ട് ഫോം ആണ്. പെർഫോം ചെയ്യാൻ, ബാക്കിയുള്ളവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോം ആണ്. ഒരിക്കലും അതിനകത്തൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എത്തിക്കലിനെതിരാണ്, എത്തിക്സിനെതിരാണ്. ഇതിപ്പോൾ ഒരുപാട് ഇതേപോലെ ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും കാണാം. സോഷ്യൽ മീഡിയാസ് എടുത്താൽ നമ്മൾ മെന്റലിസം ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കാം, 2 ദിവസം കൊണ്ട് പഠിപ്പിക്കാം, ഒരുപാട് പേര് ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതൊക്കെ അട്രാക്ഷനായിട്ട് ഇതിലോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനും മെന്റലിസം കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഒരു ദിവസം കൊണ്ടൊന്നും ഞാൻ പറഞ്ഞല്ലോ മെന്റലിസം പഠിച്ചു കഴിയാൻ പറ്റത്തില്ല, ഒരു മാസം കൊണ്ട് പഠിച്ചു കഴിയാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കാര്യം, നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോ ആൾക്കാർ ഇതിപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട്, ഒന്നാമത്തെ കാര്യം, ഒരു ദിവസം കൊണ്ട് ഇത് പഠിച്ചു തരാൻ പറ്റുന്നൊരു സാധനമല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം മനസ്സിരിക്കുന്ന ഒരു പാട്ട് കണ്ടുപിടിക്കുന്നു, പേര് കണ്ടുപിടിക്കുന്നു. ഇപ്പം കൂടുതലും ഗേൾസിന്റെ അടുത്ത് പെർഫോം ചെയ്യുന്ന കാണുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്നൊരു ഇംപ്രഷൻ തോന്നുന്നു, ഗേൾസിനെ വളയ്ക്കണമെന്നോ? അങ്ങനെയില്ല, എന്നാലും ഇംപ്രഷൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാവർക്കും തോന്നും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചാടി കയറും. പക്ഷെ കയറുന്ന ഇടം 2 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഈ ഒരു ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ടേബിളും ഫ്രണ്ടിലുണ്ട്, എനിക്ക് ഇവിടെ ഇരുന്ന് എന്തും പറയാം, അല്ലേ? അതാണ് ഇപ്പോഴത്തെ പല കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പഠിപ്പിക്കുന്ന ആള്, ഈ ഇദ്ദേഹം എത്ര വർഷമായി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇതൊന്നും ഇവിടെ ഒരു വിഷയമല്ല ഒരു വീഡിയോയുടെ ഫ്രണ്ടിൽ, അല്ലേ? നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു അക്കാഡമി, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന പേഴ്സൺസ്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ പഠിക്കുന്നതിനകത്ത് ഒരു ബാധകമാണ്. കാര്യം, ആരും പൂർണ്ണമായിട്ടും ഒന്നും പഠിപ്പിക്കത്തില്ല, ഞാനും പഠിപ്പിക്കത്തില്ല. ഇപ്പം നമ്മൾ സ്കൂളിലായാൽ പോലും നിങ്ങളെ പഠിപ്പിക്കുന്നത് 25% ആണ്. ബാക്കി 25% നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങളൊന്നെങ്കിൽ ടെക്സ്റ്റ് വായിക്കുന്നു,
ഓക്കെ, അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ബാക്കി 100% ബാക്കി 25% നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റഡീസ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങൾ, അതിപ്പോൾ എന്തല്ല നിങ്ങളുടെ ടീം വർക്കാണ്. ഈ ബാക്കി 25% എന്ന് പറയുന്നത് ലാസ്റ്റ് ഇപ്പോൾ 75 ആയി, ലാസ്റ്റ് 25% എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്ന കാര്യം. അതുപോലെ തന്നെയാണ് മെൻഗ്ലിസം. 25% നമ്മൾ പഠിപ്പിക്കും, ബാക്കി 25% അവർ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. പിന്നെ അവരുടെ ഫ്രണ്ട്സ് കാണും, പല മെൻഗ്ലിസ്റ്റ് ഫ്രണ്ട്സ് കാണും, പല ഗ്രൂപ്പ് കാണും, അവിടെ നിന്നുള്ള ഡിസ്കഷൻസ്. ബാക്കി മെയിൻ കാര്യം അവരുടെ പ്രാക്ടീസാണ്, അവരുടെ എന്താ പറയുന്നത്, അവർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ഓപ്പൺ ബുക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് വാല്യൂ കിട്ടുമോ? ഇല്ല. അത് വായിച്ചു കഴിഞ്ഞാൽ അതവിടെ ഇടും, വേസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ലൈഫിലും ഈ ഒരു ആർട്ട് ഫോം ഇതെപ്പോഴും ഒരു ക്ലോസ്ഡ് ബുക്ക് ആയിരിക്കണം. ഇത് എന്താണെന്ന് അറിയാൻ ആ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എന്താണെന്ന് ബാക്കിയുള്ളവരെ അറിയിക്കുകയും ചെയ്യരുത്. അത് ലൈഫിലും അങ്ങനെ തന്നെയാണ്. എപ്പോഴും ഹൈഡ് ചെയ്തിരിക്കണം എന്നാണ് അപ്പോൾ അതിൽ പറയുന്നത്. ഹൈഡ് ചെയ്തിരിക്കണം എന്നല്ല. ഇപ്പം ഞാനൊരു കാര്യം ചെയ്തിട്ടെ, ഞാനിപ്പോൾ ഒരു പെർഫോമൻസ് ചെയ്തു, അളിയ ഇതിങ്ങനെ അളിയ സിമ്പിൾ, അതിനാ ഒരു വാല്യൂ കിട്ടുമോ? ഇല്ല. രണ്ടാമത് ഇങ്ങോട്ട് ചോദിക്കും, ബ്രോ ഇതെങ്ങനാ? അപ്പം നമുക്കൊരു സുഖമാണ് എങ്ങനെയാണെന്ന് കേൾക്കുന്നത്. പക്ഷെ ഞാനത് പറഞ്ഞു തരാത്തോളത്തോളം കാലം നിങ്ങൾക്ക് അതൊരു അത്ഭുതമായിട്ടിരിക്കും. പക്ഷേ ഇതിനകത്ത് ഈ അത്ഭുതങ്ങളില്ല, ഒന്നുമില്ല. അത് പ്യുവർ ട്രിക്കാണ്, മെത്തേഡ്സ് ആണ്. അപ്പോൾ ഈ മനസ്സ് വായിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത്, അപ്പം ഈ മനസ്സ് വായിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ മെന്റലിസ്റ്റുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് അതൊക്കെ, അതായത് ഇമാജിൻ ചെയ്യുകയാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങൾ വിചാരിച്ചൊരു കാര്യം പറഞ്ഞു. ഇപ്പം ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കും, ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ ചുണ്ടിൽ നോക്കും, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിടിക്കും. ഇപ്പോൾ ഈ കാണുന്ന ഓഡിയൻസ് വിചാരിച്ചിരിക്കുന്ന അവൻ്റെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കുന്നതാണോ? ഞങ്ങൾ മെന്റലിസ്റ്റുകൾ പറഞ്ഞു കണ്ണിൽ നിന്ന് വായിച്ചെടുക്കുന്നതാണെന്ന്. ഇല്ലല്ലോ. നമ്മൾ ഈ ഒരു ആർട്ട് ഫോമിന് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. രണ്ടാമത്തൊരു കാര്യം, സൈക്കോളജിക്കലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മൾ ഒരു ഒബ്സർവേഷൻസ് ആണ്. കണ്ണിൽ നോക്കുന്നതായാലും വേറെ എന്തായാലും ഒബ്സർവേഷൻസ് ഉണ്ട്. മെയിനായിട്ട് ഇതിനകത്ത് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ ഈ സ്കില്ല് പഠിക്കുമ്പം തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ബൂസ്റ്റപ്പ് ആവും. ഒന്ന് കോൺഫിഡൻസ്, ഒന്ന് നമുക്കൊരാളോട് സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു വേദിയിൽ കയറി സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർ നിൽക്കുന്നെങ്കിൽ അവരെ പോയിട്ടൊന്ന് അവരോട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ്, സ്പീക്ക് സ്കില്ല് ഡെവലപ്പ് ആവും. 2 എന്ന് പറയുന്നത് ഒബ്സർവേഷൻ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് നല്ലൊരു ഒബ്സർവേഷൻ സ്കില്ല് ഡെവലപ്പ് ആവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോമാണ് ഈ ഒരു മെന്റലിസം മാജിക് എന്ന് പറയുന്നത്. അതിലൊരു ഡൗട്ട് കൂടിയുണ്ട്. ഇപ്പം മെന്റലിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ സൈക്കോളജി, ഇത് മൂന്ന് തലമല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഈ സൈക്കോളജിയിൽ നിന്നും മെന്റലിസത്തിൽ നിന്നും ഹിപ്നോട്ടിസം എങ്ങനെ വേറിട്ട് നിൽക്കുന്നത്? ഹിപ്നോട്ടിസം പ്യൂർ സയൻസ് ആണ്. ആ ഒരു ഇപ്പോൾ നമ്മൾ സൈക്കോളജി പഠിക്കുന്നവർക്കായാലും അറിയാം, ക്ലിനിക്കൽ ഹിപ്നോസിസ്. ഓക്കെ. ഇപ്പോൾ ഒരാളുടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഇതിന് നമ്മൾ ഇത് കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിട്ടുള്ള സ്റ്റേജ് ആൻഡ് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ആണ്. ഓക്കെ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു സംഭവം ഹിപ്നോ തെറാപ്പി പഠിച്ചാൽ സർട്ടിഫൈഡ് ഹിപ്നോട്ടിസ്റ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം അങ്ങനെ അല്ല. ഒരുപാട് പേര് ഹിപ്നോ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. ഇവരൊക്കെ ഇത് സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയത് ഒരു തന്നെയാണോ? ചെക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ വഴിയിൽ പോയി കഴിഞ്ഞത് സ്ലീപ്പ് ഇതാ ഇവിടെ കാണുന്നത് മൊത്തം. അതെ. ഇപ്പം അത് അവർ സർട്ടിഫൈഡ് ആയിട്ട് പഠിച്ചാന്നൊന്നും നമുക്കറിയത്തില്ല. അവർ ഈ വീഡിയോയിൽ കാണുന്നു, അവർക്ക് ഇമ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല രീതിയിലുള്ള കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു TV കണ്ടതാണ്, അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. 3 സ്കൂൾ കുട്ടികൾ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് പരസ്പരം കമാൻഡ് ചെയ്ത് തൃശ്ശൂരല്ലേ? അതെ. +2 അതെ. തിരിച്ചവതിന്ന് കയറാൻ പറ്റാത്തൊരു. അത് കമാൻഡ് മാത്രം ചെയ്തതല്ല ബ്രോ, അത് നമ്മുടെ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ഇവിടെ കുത്തിയിട്ട് അറിയാവോ, ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ആ ഒരു രീതിയിലുള്ള സംഭവങ്ങൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. കമാൻഡ് മാത്രം അതല്ല, പക്ഷെ ഈ കമാൻഡ് മാത്രം ചെയ്താലും കൊടുക്കുന്ന കമാൻഡിനകത്ത് തിരിച്ചെടുക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. അത് പ്രോപ്പറായിട്ട് പഠിച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ കുറെ കുഴപ്പങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മൾ സ്റ്റേജ് പെർഫോമൻസിലൊക്കെ ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറിനെ അല്ല ആക്ട്രസിന് മുമ്പിൽ കണ്ണടച്ച് തുറക്കുമ്പോൾ വരുത്തുന്നു, ഇതൊക്കെ അപ്പൊ ഏതൊരു ട്രിക്കാണോ? അല്ല ബ്രോ, അതല്ല ഞാൻ പറഞ്ഞില്ല. അതൊരു ലെവൽ ഓഫ് ഹാലുസിനേഷൻ എന്ന് പറയും. ഓക്കെ. അതൊരു ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ നമ്മൾ കാണുന്നു സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൺമുമ്പിൽ ഇരിക്കുന്ന ആള് മോഹൻലാൽ ആണെന്ന് പറയുന്നു, മമ്മൂട്ടിയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ സണ്ണി ലിയോൺ ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട് ഇരിക്കുന്ന തുണിയില്ല നേക്ഡ് ആണെന്ന് പറയുന്നത്.
ഇതൊക്കെ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന ഒരു സംഭവമല്ല. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ചിലവർക്ക് ഇത് ട്രിക്കാണോ അല്ലെങ്കിൽ ഇത് പ്രീ പ്ലാൻഡ് ആണ് എന്നൊക്കെ തോന്നുന്നത്. ഇത് നമ്മുടെ എന്റർടൈൻമെന്റ് ഹിപ്നോസിസിൽ നമ്മുടെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഈ ഒരു ആളെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പേ കുറേ ലെവൽസ് ഉണ്ടാവും. ഒരു 5-10 മിനിറ്റ് അകത്ത് നമ്മൾ അവരെ ആ ഒരു വശത്തിലോട്ടാക്കണം. 2, നമുക്ക് ഇന്ന ഒരാൾ, ഇപ്പം നിങ്ങൾ എന്നോട് പറയാം, നിങ്ങൾ എന്നെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറയുന്നു. എനിക്ക് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ചിലപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെവൽസ് പറ്റുമായിരിക്കും, പക്ഷെ അങ്ങോട്ട് പറ്റത്തില്ല. അതായത് ഹാലുസിനേഷൻ മൂഡിലോട്ട് പറ്റത്തില്ല. അതായത് നിങ്ങളെ എൻ്റെ കമാൻഡിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സജഷൻസിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് എനിക്ക് നോക്കണം. സജസ്റ്റബിലിറ്റി ടെസ്റ്റ് എനിക്ക് നടത്തിയാൽ മാത്രമേ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാനും കൂടി വിചാരിച്ചാൽ തീർച്ചയായിട്ടും പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നു, അശ്വനെ മനസ്സിൽ ഒരു ബലൂൺ ആലോചിക്കുക, ഒന്ന് പോയടാ, നീ നിന്റെ പണി നോക്കി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. ബലൂൺ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മാത്രമേ ഞാൻ ആ ബാക്കി പറയുന്ന കാര്യങ്ങൾ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഹിപ്നോട്ടിസം വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ എന്താ പറയണ്ടേ, കൊലപാതകം തെളിയിക്കുന്നു, പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. ഓക്കെ, അത് സത്യം പറഞ്ഞാൽ പറയാൻ ഞാൻ ആളല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ക്ലിനിക്കൽ ഹിപ്നോസിസിൽ യൂസ് ചെയ്തിട്ട് അവരെന്തോ മീൻസ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലാവുമ്പോൾ സത്യങ്ങൾ പറയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ്. അത് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമല്ല. അത് ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു ഉത്തരവ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഈ ഒരു സംഭവം വെച്ചിട്ടത് പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന ഒരു ആർട്ട് ഫോം വെച്ചിട്ടത് പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഈ മെന്റലിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസിന്റെ ടൂൾ വെച്ചിട്ട് ഒരാൾക്ക് മെന്റലി, അതായത് ഉപബോധ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമോ? നമുക്കൊരു പരിധി വരെ സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ എന്തിനേലും പേടിയുണ്ട്, പൂച്ച കണ്ടാൽ പേടി, പല ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് സെൽഫ് ഹിപ്നോസിസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പേടി മാറ്റിയെടുക്കാൻ പറ്റും. എനിക്ക് സത്യം ഓക്കെ, എനിക്ക് രാത്രി വെളിയിറങ്ങാൻ പേടിയുള്ള ഒരാളായിരുന്നു +1 വരെ. അപ്പോൾ ആ പേടി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ നമ്മൾ ഈ പ്രേതം അങ്ങനെ കുറെ സംഭവങ്ങൾ. അപ്പോൾ ഇനി ആരെത്ര ശ്രമിച്ചു കഴിഞ്ഞാലും എനിക്ക് ആ പേടി മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് വിചാരിച്ചു, സ്വന്തമായിട്ട് സെൽഫ് ഹിപ്നോസിസ് ചെയ്തു, ആ ഒരു പേടി ഞാൻ മാറ്റിയെടുത്തു. ഇപ്പൊ അതുപോലെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സെൽഫ് ഹിപ്നോസിസ് ചെയ്ത് നമുക്ക് പലതും ചെയ്യാൻ വേണ്ടി പറ്റും. സത്യം പറഞ്ഞാൽ നമ്മുടെ വിഷയമല്ല എങ്കിൽ കൂടി ഇപ്പൊ പ്രേതത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, പ്രേതം എന്ന് പറയുന്ന ആ ഒരു മിത്ത് അത് ഉള്ളതാണോ അതോ നമ്മുടെ? സത്യം പറഞ്ഞു കഴിഞ്ഞു സാർ, ഞാനത് പറയാൻ ആളല്ല. കാര്യം ഇപ്പം പാരാസൈക്കോളജി പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നാമത്തെ കാര്യം എനിക്കത് ക്ലിയർ ചെയ്ത് തരാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേതത്തിന് മെന്റലിസ്റ്റുകൾക്ക് കാണാൻ പറ്റുമോ, ഹിപ്നോട്ടിസ്റ്റുകൾക്ക് കാണാൻ പറ്റുമോ? പക്ഷേ നമുക്ക് മുമ്പിലുള്ള പല സ്ക്രീനുകളിലും ഇങ്ങനെയാണ് കാണിക്കുന്നത്. പ്രേതത്തിന് മുമ്പ് മരിച്ചുപോയ ആളെ അല്ല ഭർത്താവിനെ കൊണ്ടുവരുന്നു, അച്ഛനെ. ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ ശാന, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇമാജിനേഷൻ പവർ ഉള്ളിടത്തോളം കാലം എനിക്ക് ഹിപ്നോസിലൂടെ ഹാലുസിനേഷൻ ചെയ്ത് നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റും. ഈ നിൽക്കുന്ന ആളെ എനിക്ക് നിങ്ങളുടെ ഒരു റിലേറ്റീവായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ വേറെ ആളായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും. അത് നിങ്ങൾ വിചാരിക്കണം, നിങ്ങളും കൂടെ വിചാരിക്കണം. അതല്ലാതെ ഈ പ്രേതം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ളൊരു സംഭവമല്ല. ഇപ്പൊ ഈ ഹിപ്നോട്ടിസം ചെയ്ത് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണമെങ്കിൽ ഫ്രണ്ട് ഇരിക്കുന്ന ആൾ പ്രേതം എന്ന് പറഞ്ഞാൽ പേടിക്കും. അതല്ലാതെ ഒരിക്കലും നമുക്ക് പ്രേതത്തിനെ, മെന്റലിസ്റ്റുകൾക്ക് പ്രേതത്തിനെ കാണാനോ സംസാരിക്കാനോ ഒരു പവറും ഇല്ല, ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഈ പ്രേതത്തെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഹിപ്നോട്ടിസ്റ്റുകളെല്ലാം, പ്രേതത്തെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ഹിപ്നോട്ടിസ്റ്റുകളുണ്ടോ? കണ്ടുണ്ടോ? ഞാൻ കണ്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ അവരെല്ലാം സത്യം പറഞ്ഞാൽ അവരുടെ എഫക്ട്സ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ഷാനെ? നമുക്ക് അതല്ലാതെ അതിന്റെ അപ്പുറത്തും. ഓക്കെ. അപ്പൊ ഇത് മുതലെടുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം കാശിന് വേണ്ടിയിട്ട്. അതെ, ഇത് ജസ്റ്റ് എവിടുന്നേലും പഠിച്ചിട്ട് മരിച്ചുപോയ ആളെ കാണിച്ചു തരാം, 15,000 രൂപ തരണം, 20,000 രൂപ തരണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 5,000 രൂപ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് അവർ അതിനകത്ത് കാശ് മാത്രമേ നോക്കുന്നുള്ളൂ. എത്തിക്സ് എന്ന് പറഞ്ഞൊരു സൈഡുണ്ട്. ഈ ആൾക്കുണ്ടാകുന്ന ട്രോമ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളൊരു കാര്യം പൂർണ്ണമായിട്ട് മറന്നതാണ്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ബ്രോ എന്നെ ഹിപ്നോട്ടിസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് എന്നെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ബ്രോ കുറച്ച് കമാൻഡ്സ് ഒക്കെ എനിക്ക് തരുന്നു. അത് കംപ്ലീറ്റ് ആക്കാണ്ട് പോയാൽ എനിക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ? പിന്നെ അശ്വനെ, അത് ഓരോരുത്തരുടെ ഇത് മൈൻഡ് സെറ്റ് അനുസരിച്ചാണ്. അതായത് ഞാനൊരു തരുന്ന കമാൻഡ്സ് അല്ലെങ്കിൽ സജഷൻസിലൂടെയാണ് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നത്. അതായത് എൻ്റെ സംസാരത്തിലൂടെയാണ് വർക്ക് ആവുന്നത്. നോർമലി പറയുകയാണെങ്കിൽ ഇപ്പം അവിടെ എനിക്ക് നെഗറ്റീവ് പറയാം, എനിക്ക് പോസിറ്റീവും പറയാം. ഞാൻ ഈ പറയുന്ന നെഗറ്റീവ് ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഒന്നെങ്കിൽ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പിന്നെ അത് ഇങ്ങനെ കിടക്കും, ഒരു ട്രോമയായിട്ട് ഇങ്ങനെ കിടക്കും. ഓക്കെ, അതല്ല ഞാൻ പോസിറ്റീവ് സൈഡ് നല്ലത്, നിങ്ങൾക്ക് നല്ല എനർജറ്റിക് ആയിട്ട് നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് വരുന്നു എന്നുള്ള സംഭവം ഞാൻ പറയാതെ അവിടെ നിർത്തുവാണെന്ന് വിചാരിച്ചു, ഒരു നെഗറ്റീവ് ചെയ്തിട്ട്. ചിലപ്പോൾ ഇത് ചില ട്രോമേഴ്സ് ഇങ്ങനെ കിടക്കും. ഈ പല കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹിപ്നോസിസ് ചെയ്തിട്ട് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇവർക്ക് പല
സംഭവങ്ങൾ, അസുഖങ്ങൾ, തലവേദന, അതല്ലെങ്കിൽ തലവേദനയല്ല മെയിൻലി, കൂടുതൽ ട്രോമാസാണ് ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. ഇപ്പം ഫോർ ആൻ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിനെ കാണണമെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ഞാനത് കാണിച്ചു തരികയാണ്. പക്ഷെ അന്ന് ആ ഒരു മരണപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് പറയാനാവാത്ത വിഷമവും കുറേ ട്രോമയിലൊക്കെ നിങ്ങൾ പോയതായിരിക്കും. ഞാൻ വീണ്ടും കാണിച്ചു തരുമ്പോൾ നിങ്ങൾ കാണുന്നു, കരയുന്നു, കണ്ടു കെട്ടിപ്പിടിക്കുന്നു. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, അതല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ഇൻസിഡൻറ്റ് വീണ്ടും ഓർമ്മ വരും. വീണ്ടും ട്രോമയിലോട്ട് നമ്മൾ വീണ്ടും പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ആൾക്കാർ നോക്കുന്നില്ല. അങ്ങനെ ഇപ്പം കുറേ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം അവർക്ക് ഒരുപാട് ട്രോമാസ് ഒക്കെ സംഭവിച്ച ഒരുപാട് കാര്യം കാണും. കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി പല ആപ്പുകൾ വഴി പല സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ഫ്യൂച്ചറിൽ അവർക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. കൂടുതൽ ഇരകളാകുന്ന പെൺകുട്ടികൾ തന്നെയാണ്. നമുക്ക് കാണാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ട്രോമാസ് ഒക്കെ സത്യം പറഞ്ഞാൽ ഇവർ സ്റ്റഡീസിനെ നല്ലപോലെ ബാധിക്കുന്നുണ്ട്. അപ്പം ഈ ട്രോമാസൊക്കെ നമുക്ക് മെന്റൽ ഹീലിംഗ് എന്നുള്ളൊരു പ്രോസസ്സിങ്ങിലൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹീലേഴ്സ്, സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ്, അവരൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇത് മെന്റലിസ്റ്റിന് ഇന്നത്തെ കൈ തൊടാനേ പറ്റും. ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, നമുക്ക് ഒരുപാട് മെസ്സേജസ് വരും. ചേട്ടാ എനിക്ക് എക്സാമിന് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അതല്ലെങ്കിൽ എനിക്ക് വരുന്ന മെസ്സേജസ് ആണ്, എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ പ്രശ്നത്തിലാണ്. പക്ഷെ ഇതൊന്നും ഒരു മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞ് എനിക്ക് കൈവെക്കാൻ പറ്റുന്ന മേഖലയല്ല. ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ എനിക്ക് സജഷൻസും എല്ലാം കൊടുക്കാം. ഓക്കെ, എനിക്ക് മെസ്സേജ് ചെയ്യുന്നവരോട് പറയുന്നതാണ്, നിങ്ങൾ ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചോ, നിങ്ങൾക്ക് എന്തെങ്കിലും റിലാക്സേഷൻ കിട്ടുമെങ്കിൽ സംസാരിച്ചോ. അതല്ലാതെ ഞാനിത് പറഞ്ഞുതരാൻ ആളല്ല, ഇത് പറഞ്ഞുതരാൻ ഇന്ന വ്യക്തികൾക്കേ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് ഇങ്ങനെയും ഒരു സംഭവം ഉണ്ട്. പല മെന്റലിസ്റ്റുകളും പലവരെ കൗൺസിൽ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതല്ല സാമ്പത്തികത്തിന് മാത്രം നിലനിർത്തിക്കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും രീതിയിൽ പോകുന്നുണ്ടോ? ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചല്ല ഇത്. സാമ്പത്തികം വേണമെങ്കിൽ സാമ്പത്തികം, അതല്ലെങ്കിൽ അതല്ലാത്തതും. ഇത് പല രീതിക്ക് ജനങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലെ ഈ ഒരു മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു മെന്റലിസ്റ്റ് എങ്ങനെ ആകാം? എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. ഗുഡ് ക്വസ്റ്റ്യൻ. കാര്യം മിക്ക ഉള്ള ആൾക്കാരും ഡൗട്ടാണ്, എങ്ങനെ നല്ലൊരു മെന്റലിസ്റ്റ് ആകാം, ഒരു പ്രൊഫഷണൽ മെന്റലിസ്റ്റ് എങ്ങനെ ആവാം. നല്ലൊരു മെന്റലിസ്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു മജീഷ്യൻ ആരാണോ, നല്ലൊരു പെർഫോമർ ആരാണോ, അതാണ് നല്ലൊരു മെന്റലിസ്റ്റ് എന്ന് പറയുന്നത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, മാജിക്കിലൂടെ വന്ന ആൾക്കാരെല്ലാം നല്ലൊരു മെന്റലിസ്റ്റുകളായിരിക്കും. കാര്യം അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് പാഠങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു സ്ഥലം മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ആൾക്കാരെ മാനേജ് ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഏതൊക്കെ ആംഗിളിൽ നിൽക്കും, അങ്ങനെ കുറേ അത് ഞങ്ങളുടെ എത്തിക്കൽ സൈഡാണ്, അതെനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ, മാജിക് ആയിക്കോട്ടെ മെന്റലിസ്റ്റ് ആയിക്കോട്ടെ, പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പെർഫോം ചെയ്യുന്ന ഒരാൾ അടിപൊളി മെന്റലിസ്റ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങളൊരു മെന്റലിസം പഠിച്ചെന്ന് വിചാരിച്ചോ, ഒരു കാർഡ് കൊണ്ടുള്ള ഒരു ട്രിക്ക് പഠിച്ചു, നിങ്ങൾക്ക് ട്രിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇത് ആർക്കും വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങളെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ലൊരു പെർഫോമർ ആവണമെങ്കിൽ എന്ത് വേണം? പ്രാക്ടീസ് വേണം. ഒരു വട്ടം ചെയ്തുകൊണ്ടോ 2 വട്ടം ചെയ്തുകൊണ്ടോ 3 വട്ടം ചെയ്തുകൊണ്ടോ നല്ലൊരു പെർഫോമർ ആവത്തില്ല. നമുക്ക് ഓക്കെ ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്ന എപ്പം കോൺഫിഡൻസ് തോന്നുന്നു അപ്പോഴാണ് നമ്മളവിടെ പെർഫോം ചെയ്യാവും. അങ്ങനെയാണ് ഒരു പെർഫോമർ ആവാൻ പറ്റുന്നത്. പ്രാക്ടീസ് ചെയ്യാൻ മടിയുള്ള ഒരാൾക്കും അപ്പോൾ ഒരു കാര്യമില്ല, പഠിച്ചിരിക്കാമെന്ന് മാത്രമേ പറ്റത്തുള്ളൂ, ഒരു മെന്റലിസ്റ്റ് ആകാൻ വേണ്ടി പറ്റത്തില്ല. അതായത് നേരത്തെ ചില ആൾക്കാർ പറയും വർഷങ്ങളായിട്ടുള്ള പ്രാക്ടീസ്, ഒരാവശ്യമില്ല. അതൊക്കെ ഈ ഒരു ചില ആൾക്കാർ ഇതിൻ്റെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന ആള് അല്ലെങ്കിൽ ഇവർക്ക് മാത്രമേ ആവാവൂ എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നു. ഞാൻ പഠിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ അവിടെ ഈ പറയുന്നതാണ്, ഞാൻ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനൊരു സിദ്ധി അത്ഭുതം ചെയ്യുന്നത് ഒന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മനസ്സുണ്ടോ, നിങ്ങൾ അവിടെ വെച്ച് ഒരു 10 വട്ടം പ്രാക്ടീസ് ചെയ്യും. നിങ്ങളുടെ മനസ്സ് പറയുന്നു ഓക്കെ നിനക്കിത് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പെർഫെക്റ്റായി നിങ്ങൾക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പഠിക്കുന്ന ഒരാളുടെ ഒരു നേച്ചർ അനുസരിച്ചായിട്ടായിരിക്കും അല്ലേ അവരുടെ പെർഫോമിംഗ് ലെവൽ പോകുന്നത്? തീർച്ചയായിട്ടും. ഇത് പഠിക്കുന്ന ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, എനിക്ക് ട്രിക്ക് മാത്രം അറിഞ്ഞാൽ മതി, ഇത് അവൻ എങ്ങനെ ചെയ്തു എന്ന് മാത്രം അറിഞ്ഞ് പഠിക്കുന്ന ആൾക്കാരുണ്ട്. 2, നല്ലൊരു പെർഫോമർ ആവണം, നല്ലൊരു എൻ്റർടൈനർ ആവണം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന മേഖലയിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു പീക്ക് ലെവലിൽ എത്തണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ ആദ്യം പറഞ്ഞ് എനിക്കിത് അറിഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വിടും.
നമ്മളെ വിളിക്കുമ്പം ഒരു കോഴ്സിനെ എൻക്വയറി ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന എനിക്ക് മനസ്സിരിക്കുന്ന പേര്, പാട്ട്, ഇത് കേൾക്കുമ്പോഴേ ഞാൻ ആ ഫോണും കട്ട് ചെയ്യും. കാര്യം ഒന്ന് അവരുടെ അറിവില്ലായ്മയാണ്, രണ്ട് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ വീഡിയോസിൽ എല്ലാം പറയുന്നുണ്ട് മെന്റലിസം എന്ന് പറയുന്നത് പ്യൂർ ആർട്ട് ഫോമാണ്. അതെ, ഇത് ഈ മനസ്സിരിക്കുന്ന പേര് അല്ലെങ്കിൽ എനിക്ക് ക്രഷിൻ്റെ പേര്, ഇതൊക്കെ അവർ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അത് മാത്രം പഠിപ്പിക്കൂ എന്ന് ചോദിച്ച് വിളിക്കുന്ന ആൾക്കാരുണ്ട്. കാശിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ആ ഒരു പോർഷൻ മാത്രം പഠിപ്പിക്കാം. ഞാൻ പഠിച്ചു വന്ന എത്തിക്സ് എന്നെ അതിന് അനുവദിക്കത്തില്ല. പെർഫെക്റ്റ് ആയിട്ട് അവർ ഫസ്റ്റ് ലെവലോട്ട് കയറിയാൽ മാത്രമേ നല്ലൊരു പെർഫോമർ ആവാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പൊ ആദിലിന്റെ പെർഫോമൻസിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആദിൽ ഈ മേഖലയിലോട്ട് കടന്നു വന്നതിന് ശേഷം ആദിലിന്റെ പേഴ്സണൽ ലൈഫിൽ ആദിലിനുണ്ടായ നേട്ടങ്ങളൊക്കെ എന്തൊക്കെയാണ്? നേട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ ഈ സീറ്റിൽ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഒരു മെന്റലിസ്റ്റ് ആയതുകൊണ്ടാണ്. അതെ അല്ലേ? അല്ലെങ്കിൽ വഴി കൂടെ പോകുന്ന ഒരാളെ നിങ്ങൾ ഇവിടെ വിളിച്ചിരുത്തത്തില്ലല്ലോ. ഇല്ല. അപ്പോൾ അംഗീകാരങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കാര്യം ഞാൻ 2022 1 മിനിറ്റിൽ 23 മാജിക് ചെയ്തിട്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് 23. അപ്പൊ അതിക്ക് മുമ്പ് എത്ര എണ്ണമായിരുന്നു ചെയ്തിട്ടുള്ളത്? 18 ആയിരുന്നു. നമ്മുടെ ബിഗ് ബോസ് സീസൺ 4 or 5 എനിക്ക് ഓർമ്മയില്ല. അതിനകത്തുള്ള അശ്വിനായിരുന്നു, ട്രിവാൻഡ്രത്തുള്ള. അദ്ദേഹം മാജിക് പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന മജീഷ്യനാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പോൾ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അതാണ് ഞാൻ ബ്രേക്ക് ചെയ്തത്. ആ സ്ഥാനത്ത് 23 ചെയ്ത് അത് ബ്രേക്ക് ചെയ്ത്. ഒരു വലിയ കാര്യമാണ്. 22 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, ഒരു അന്നത്ര വയസ്സ്. അപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നു? 2022 എന്ന് പറയുമ്പം 3 years ബാക്ക് അല്ലേ? അതെ. അപ്പോ 19 വയസ്സിൽ ഒരു വലിയ കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അന്ന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഞാൻ ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതാ. അപ്പം 1 ആഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി, 1 മാസമായി. മറന്നു, കിട്ടത്തില്ലടാ, മറന്നു. പക്ഷെ പെട്ടെന്നൊരു മെയിൽ വരുന്നു, എലിജിബിൾ ആയെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു. അത് വന്നപ്പം ഇതിന് മേളിലൊന്ന് വേണമല്ലോ, അങ്ങനെ ഏഷ്യൻ അപ്ലൈ ചെയ്തു. ദെൻ വേൾഡ്, അത് 3 കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. വേൾഡ് റെക്കോർഡ് അച്ചീവർ ആണ്. വേൾഡ് റെക്കോർഡ് കിട്ടി. ഇപ്പൊ 15 വേൾഡ് റെക്കോർഡ് ഉണ്ട്. അതൊക്കെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാര്യം നമ്മുടെയൊക്കെ ന്യൂസിലൊക്കെ വരും, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ 24-ലും അവരൊക്കെ വരികയും ഇന്റർവ്യൂ കാര്യങ്ങളും എല്ലാം. അന്ന് എനിക്കൊരു കാര്യം, അതായത് നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കാണത്തില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതായത് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ട് 1 വർഷം ഞാൻ എൻ്റെ കൈ വെച്ചുകൊണ്ടിരുന്നു. അറിയത്തില്ല, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഇതിൽ പോസ്റ്റ് ഇട്ടു, ആരറിയാൻ ഇല്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആൾക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ അന്ന് ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നീ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒന്ന് ഇറങ്ങി. അവിടെ നിന്ന് തൊട്ടായിരുന്നു എൻ്റെ ചേഞ്ച് വരുന്നത്. മീഡിയാസ്, അതല്ലെങ്കിൽ ന്യൂസ്, അവിടുന്ന് ഞാൻ ഒന്ന് കുറച്ച് കയറി, പിന്നെ താഴോട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ അതിൽ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും. എനിക്കുപരി ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ, ഈ എന്നെ ആരും സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ ഒരു വിഷമം അതിപ്പോൾ ആർക്കായാലും ഉണ്ടാവും. അത് എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ അടുത്ത് പഠിക്കുന്ന എൻ്റെ പിള്ളേരുണ്ട്. ആ പിള്ളേർ ഇങ്ങനെ വിളിക്കുമ്പം പറയും, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇവരെ അംഗീകരിക്കണം ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ നാട്ടുകാർ ഇവരെ അംഗീകരിക്കണം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഇവർക്ക് പുതിയ ഐറ്റംസ് അല്ലെങ്കിൽ പെർഫോമൻസ് കൊടുത്തിട്ട് നമ്മൾ ഗ്രൂപ്പ് അറ്റംപ്റ്റ് ആയിട്ട് ഇപ്പോൾ 9 ബാച്ച് വേൾഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 9 ബാച്ച്, അതായത് 400+ സ്റ്റുഡൻസിന് ഞാൻ വേൾഡ് റെക്കോർഡ് ഇന്ന് അവർക്ക് സ്വന്തമാക്കി കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡിവിജ്വൽ ആയിട്ടാണോ? ഇൻഡിവിജ്വലും കൊടുത്തതുണ്ട്, ഗ്രൂപ്പായിട്ടും കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം കാര്യം, ഒന്ന് നിങ്ങൾക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയൊരു സന്തോഷം. അന്ന് ആ വേൾഡ് റെക്കോർഡ് തരുന്നത് ഒരു അംഗീകാരമുള്ള ഒരാൾ, അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ? അതെ. ഞാൻ എൻ്റെ ഫസ്റ്റ് വേൾഡ് റെക്കോർഡ്, സെക്കൻഡ് വേൾഡ് റെക്കോർഡ് ഒരുമിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ബോബി ചെമ്മണ്ണൂർ സാറായിരുന്നു എൻ്റെ സ്റ്റുഡൻസിന്. അതെ. 2 മേജർ രവി സാറായിരുന്നു. ഇപ്പം ലാസ്റ്റ് നടന്നത് ഹരിശ്രീ അശോകനാണ്. ഇപ്പോൾ ഒരെണ്ണം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ആദിലും അതിന്റെ കൂടെ ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ? എനിക്ക് ഏറ്റവും വലിയ പ്രൗഡ് എന്ന് പറയാൻ പറ്റുന്നത്, ഒരു 19 വയസ്സുള്ള ഒരു പയ്യൻ അന്ന് വിളിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ വരണമെന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും അത് എങ്ങനെ നടന്നു എന്ന് എനിക്കറിയത്തില്ല. 2 മേജർ രവി സാറ് 6 മാസം മുമ്പ് നമ്മുടെ പ്രോഗ്രാമിന് പറഞ്ഞത്, ഞാൻ ഡയറക്റ്റ് മെസ്സേജ് ചെയ്തത് മേജർ രവി സാറിന്. പുള്ളി അപ്പോഴേ ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് പുള്ളി മൈക്കിൽ കൂടെ പറഞ്ഞതാണ്. അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ അവൻ്റെ കോൺഫിഡൻസ് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് പുള്ളി ഇവിടെ വന്നത്. ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കിയെടുത്തതെല്ലാം ഈ ഒരു മേഖല. തീർച്ചയായിട്ടും ബ്രോ. ഇപ്പൊ അതില് കൊച്ചിയിലല്ലേ അക്കാദമി ഉള്ളത്? കൊച്ചിയിലാണ്, കുസാരിന്റെ അവിടെ ആണ്. നമ്മുടെ പേരെന്താണ്? കേരള സ്കൂൾ ഓഫ് മെന്റലിസം. ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കാണാം കേരള സ്കൂൾ ഓഫ് മെന്റലിസം. നമുക്ക് എത്ര സ്റ്റുഡൻസ് ആയിരിക്കും അപ്പൊ അതിൽ ഓഫ്ലൈനിലായിട്ടുള്ളത്? നമുക്ക്
പറയാൻ പറ്റത്തില്ല, വേൾഡ് വൈഡ് നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അതായത് നമ്മൾ UAE പോയി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ UAE വേണ്ടിയിട്ട് അബുദാബി, ദുബായ്, ഷാർജ പോയി പഠിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലും മിക്ക എല്ലാ ജില്ലകളിലും ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചി തന്നെ നമുക്ക് ഓഫ്ലൈൻ സെക്ഷൻസ് വെക്കുന്നത്. അപ്പോൾ അതിലൊരു വിഷൻ ഉണ്ടോ? അതായത് ഇന്ത്യ മൊത്തം കൊണ്ടുപോകണം, അല്ലെങ്കിൽ വേൾഡിൽ മൊത്തം ഇതേപോലെ ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു അക്കാദമി ആയിട്ട് മാറണം? എനിക്ക് അക്കാഡമി ആയിട്ട് മാറുന്നതിന് അപ്പുറത്ത് എനിക്കിപ്പം എനിക്ക് ടു ബി ഹോണസ്റ്റ് എനിക്ക് കൈവച്ച് പറയാൻ പറ്റും, കേരളത്തിലെ ഫസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ISO സർട്ടിഫൈഡ് മിനിസ്റ്റർ രജിസ്റ്റർ ചെയ്ത ഒരേ ഒരു കോഴ്സ് എൻ്റെ കോഴ്സാണ്. എൻ്റെ അക്കാഡമിയിൽ നിന്ന് പോയിട്ടുള്ള ആഗ്രഹത്തിൽ പഠിക്കാൻ ആഗ്രഹത്തിൽ വരണം എന്ന് പറഞ്ഞ് പോയിട്ടുള്ള എല്ലാ പിള്ളേരും, ഇനി എത്ര പ്രായമുള്ളവരെന്ന് വെച്ചാൽ പിള്ളേരെന്നേ പറയത്തുള്ളൂ, പെർഫോമൻസ് ആണ്. അതെ, എനിക്ക് ഇവിടെ ചെറിയ പിള്ളേരല്ല, എനിക്ക് കൂടുതൽ ഡോക്ടേഴ്സ്, ഫയർഫോഴ്സ് ഓഫീസേഴ്സ്, അഡ്വക്കേറ്റ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് എല്ലാ രീതിയിലുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ ബ്രോ, കേരളത്തിലെ ആദ്യത്തെ മെൻഗലിസം പഠിച്ച് വേൾഡ് റെക്കോർഡ് കിട്ടുന്ന ആദിവാസി യുവാവ് എൻ്റെ സ്റ്റുഡൻ്റാണ്. വീൽ ചെയറിൽ ഇരുന്ന് മെൻഗലിസം മാജിക് പെർഫോം ചെയ്യുന്ന വേൾഡ് റെക്കോർഡ് കിട്ടിയ സ്റ്റുഡൻറ്റ് എൻ്റെ സ്റ്റുഡൻ്റാണ്. തമിഴ്നാട്ടിലെ നമ്പർ 1 ലേഡി മെൻഗലിസ്റ്റ് എൻ്റെ സ്റ്റുഡൻ്റാണ്. കേരളത്തിലെ പെർഫോമിംഗ് ലേഡി മെൻഗലിസ്റ്റ് എൻ്റെ സ്റ്റുഡൻ്റാണ്. ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ട്. അതിലപ്പോഴേ നമുക്ക് ഇപ്പോൾ അതിൽ അക്കാദമിയിൽ ഇപ്പോൾ എനിക്ക് വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമോ? ഒരിക്കലും ഇല്ല ബ്രോ. കാര്യം ഞാൻ എൻ്റെ 10ാം ക്ലാസ് ആയപ്പോഴേ മാജിക് പഠിക്കാൻ വേണ്ടി ഒരു 3-3.5 ലക്ഷം രൂപ ചിലവഴിച്ച ഒരാളാണ്. 3.5 ലക്ഷം രൂപ ഒരുമിച്ച് മുടക്കാൻ എൻ്റെ കയ്യിലില്ല. കിട്ടുന്ന പറയുമ്പോൾ 15 വയസ്സ് എൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മയുടെ മാല പണയം വെച്ച് ഞാൻ മാജിക്കിൻ്റെ സാധനം മേടിച്ച് ഞാൻ അത്ര കഷ്ടപ്പാടുള്ള വന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ വരുന്ന ഒരാൾ അത്രയും എനിക്ക് അർത്ഥ മേടിക്കാനുള്ള താല്പര്യമില്ല. 2, ഞാൻ വാങ്ങുന്ന ഫീ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന കണ്ടന്റിനുള്ള ഫീ ആണ്. ഞാൻ ബ്രോനൊരു ചുമ്മാ ഒരു സാധനം പഠിപ്പിക്കുന്നു, ബ്രോ ഇദ്ദേഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കത്തില്ല എങ്ങനെയാണെന്നുള്ളത് പറയും. ബ്രോന് അതിൻ്റെ വാല്യൂ മനസ്സിലായിട്ടില്ല. അതല്ലാതെ ബ്രോ വാല്യൂ തന്ന് പഠിച്ചൊരു സംഭവമാണെങ്കിൽ ബ്രോ പറഞ്ഞു കൊടുക്കുമോ? ഇല്ല. നിങ്ങളുടെ കാശ് മുടക്കി പഠിച്ചതാണ്, നിങ്ങളുടെ മനസ്സിൽ മാത്രം നിൽക്കും. ആ ഒരു വാല്യൂ മാത്രമേ ഞാൻ ഈടാക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ചീപ്പസ്റ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും കോഴ്സ് കൊടുക്കത്തില്ല. ഇവിടെ 499, 299, 1999 കോഴ്സ് ഉണ്ട്. എൻ്റെ കോഴ്സ് ആ ഒരു രീതി കിട്ടത്തില്ല. ഞാൻ നോർമലി കൊടുക്കുന്ന പാക്കേജ് എന്ന് പറഞ്ഞാൽ 7,999 ആണ്. 8,000 rupees ആണ് എൻ്റെ പാക്കേജ്. അത് എത്ര നാളത്തെ പാക്കേജ് ആയിരിക്കും? ഒന്നാമത്തെ കാര്യം, നമുക്ക് 1 month കൊണ്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ മെൻഗലിസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, പെർഫോമൻസ് ചെയ്യാൻ പറ്റും. അഷുറൻസ് ആണ്. 2, അവർ എത്ര നാൾ എൻ്റെ കൂടെ നിൽക്കുന്നു അത്രയും നാൾ ഞാൻ അവരെ പഠിപ്പിക്കാം, അത്രയും നാളെ അതിൻ്റെ സപ്പോർട്ട് കൊടുക്കും. അപ്പം അതിൽ അക്കാദമിയിൽ പഠിച്ചിറങ്ങിയാൽ അവർക്ക് പിന്നീട് ഞാൻ ഇൻ്റർവ്യൂസ് ചെയ്തതിനേക്കാളും കൂടുതൽ എൻ്റെ സ്റ്റുഡൻസ് ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിനുള്ള അവസരങ്ങൾ, കാര്യം എൻ്റെ പിള്ളേരെന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ല, നിങ്ങൾ പഠിപ്പിച്ച ഒരാൾ വലിയൊരു നിലയിലെത്തുമ്പം നിങ്ങളുടെ പിള്ളേരെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. എൻ്റെ ഉയർച്ചയേക്കാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പിള്ളേർ ചെയ്തതിൻ്റെ അപ്പുറത്ത് എനിക്ക് ഇൻ്റർവ്യൂസ് ചെയ്യാൻ പറ്റും, പെർഫോമൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അവരെയാണ് സപ്പോർട്ട് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം അതിൽ പറഞ്ഞു, അതിലെ പിള്ളേരായിട്ട് സ്റ്റുഡൻസായിട്ട് വരുന്നവർ ഡോക്ടേഴ്സും ഉണ്ട്, എൻജിനീയേഴ്സും ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ എന്താണ് മെന്റലിസം കൊണ്ട് അവരെന്താണ് അപ്പോൾ അവരുടെ പ്രൊഫഷണൽ? ഒന്ന് ആഗ്രഹം. പണ്ട് കൊച്ചുനാളെ മാജിക് കണ്ടവർ എനിക്ക് മാജിക് പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹത്തിൽ വരുന്നവരുണ്ട്. പിന്നെ അവരുടെ പാഷനിൽ, ഇപ്പം ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുക, ഒരു സാലറി വാങ്ങുന്ന ഒരാൾ അവിടെ പല ഇഷ്യൂസ് നേരിടേണ്ടി വരും. ഒരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥയെത്തും അല്ലോ. അവിടെ ഒരു വാല്യൂ ക്രിയേറ്റ് ആക്കാൻ ഈ ഒരു കോഴ്സ് നിങ്ങളെ സഹായിക്കും, അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് ഫോം നിങ്ങളെ സഹായിക്കും. നിങ്ങളൊന്ന് റെക്കഗ്നൈസ്ഡ് ആവുകയാണ്, നിങ്ങളൊരു വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പെർഫോമർ ആവുകയാണ്, ബാക്കിയുള്ളവർ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവുകയാണ്. ഒരു പരിപാടിക്ക് വിളിക്കും, അഖിലെ ഒന്ന് വരുവോടാ, ഒന്ന് ചെയ്യുവോടാ. അഖിലിനെ പിന്നെ കാണുന്ന ആ ഒരു ലെവലിലായിരിക്കും. ഇപ്പം മെൻഗലിസം പഠിച്ച ഒരാളുടെ മുമ്പിൽ, അല്ലെങ്കിൽ മെൻഗലിസ്റ്റ് ആണെന്ന് പറയുന്ന ആ ഒരു നിൽക്കുന്ന ഒരു രീതി തന്നെ നമ്മളുടെ ആൾക്കാർ നിൽക്കുന്ന ഒരു പ്രത്യേക രീതിയായിരിക്കും. നമുക്ക് സെൽഫായിട്ട്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് മൊമെൻറ്റ്സ് അതിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, മെയിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ പാഷൻ വൈസിലും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയല്ലേ? ഇപ്പം ഈ പോലീസുകാരാണെങ്കിൽ അവരുടെ ആ ഒരു സമയത്ത് അവരുടെ ഫ്രീ ടൈമിൽ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ചെയ്യാനുള്ളൊരു സംഭവം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ ഇടയ്ക്ക് ചെയ്യാനുള്ളൊരു സംഭവമായിട്ട് ഇത് യൂസ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ പോലീസുകാർക്കിടയിൽ ഇത് ഒരു ഒബ്സർവേഷൻ സ്കില്ല് കൂടിയാണല്ലേ? ഒബ്സർവേഷൻ സ്കില്ലാണ് ഡെഫിനറ്റ്ലി. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഒബ്സർവേഷൻ സ്കില്ലാണ്. അത് എല്ലാത്തിലും എല്ലാത്തിലും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇപ്പം അതിൽ 22 വയസ്സാണെന്ന് പറഞ്ഞു. അപ്പം അതിൽ ഈ ഒരു ഏജിൽ തന്നെ ഒരുപാട് ഇപ്പോൾ കാറിന്റെ കളക്ഷൻസ് ഇപ്പോൾ വന്നത് തന്നെ ഒരു BM-ലൊക്കെയാണ്. അപ്പം അതിൽ ഇതെല്ലാം ഇതിൽ നിന്നുണ്ടാക്കിയാണല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ,
ഞാൻ വേറെ പല ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും പോലെ ഇതിനകത്തൊന്നാണ്. കാര്യം നമ്മളൊരു സംഭവത്തിൽ എങ്ങനെ നിൽക്കുന്നോ അത് നമ്മൾ അതേപോലെ തിരിച്ച് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ എൻ്റെ നല്ല രീതിയിൽ ഞാൻ ഈ ഒരു ആർട്ട് ഫോമിനെ നോക്കുന്നതുകൊണ്ട് തന്നെ ഈ ആർട്ട് ഫോം എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഇനി അതിൻ്റെ ഫ്യൂച്ചർ അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പറയാൻ പറ്റുന്നതാണെങ്കിൽ? അല്ല, പറയാൻ പറ്റുന്നതാണ്, പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. എനിക്കൊന്നുമില്ല ആശാനെ. എനിക്ക് എൻ്റെ ഫാമിലി നന്നായിട്ട് നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, എനിക്കത് മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഫാമിലി? അച്ഛൻ, അമ്മ, പെങ്ങള്, പിന്നെ അവരുടെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കുടുംബം. എനിക്ക് അവരെ നന്നായിട്ട് നോക്കാൻ പറ്റണം, നന്നായിട്ട് ജീവിക്കാം. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് വേറെ ഒന്നും ആവണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. അത് പോരെ നമുക്ക്. പിന്നെ അതിൻ്റെ ഇപ്പം നിലവിലുള്ള കഴിവുകൾ ഇങ്ങനെ കൊണ്ടുപോകണം. തീർച്ചയായിട്ടും. ഇതിനപ്പുറം ഒന്നുമില്ല. അതിലെ പേജില് ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്, ഒരു ബ്ലാക്ക് തീമൊക്കെ വെച്ചിട്ട് റെഡ് മാർക്ക് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ കണ്ടിരുന്നു. റെഡ് മാർക്ക്. അതെ, ദ റെഡ് മാർക്ക്. അതിന്റെ പിന്നിലെ ഒരു രഹസ്യം എന്താണ്? എന്നെ ഇൻസ്പയർ ചെയ്ത ഒരാളുണ്ട്, മേജർ രവി. അദ്ദേഹം ചെയ്ത മൂവീസ് എല്ലാം പട്ടാളം, അതായത് സോൾജേഴ്സ്, അതെ, ആർമി തീമാണ്. അപ്പോൾ അതുപോലെ ഇനി നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഇല്ലേ, നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. ആ ഒരു തീമിൽ അത് പറയുമ്പോഴേ എനിക്കെന്തോ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയാം, ഓപ്പറേഷൻ സിന്ദൂർ തീമിൽ ഒരു മെന്റലിസം ഷോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തീമിൽ ദ റെഡ് മാർക്ക്. അതിന്റെ ഒരു ട്രെയിലർ ഞാനിപ്പോൾ അതിനകത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ ആണ് ലോഞ്ച് ചെയ്തത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കണ്ട കുറച്ച് മെന്റലിസം എഫക്ട്സുകളുണ്ട്, അല്ലെങ്കിൽ മെന്റലിസം ഷോ ഉണ്ട്, തിയേറ്റർ ഷോസ് ഉണ്ട്. അതിൽ നിന്നെല്ലാം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു ഷോ ആയിരിക്കും എനിക്ക് അഷുറൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാര്യം ഒരു ബിഗ് ബഡ്ജറ്റ്, ഒരു ബിഗ് സ്റ്റേജ് ഷോ ആണ്. അപ്പോൾ നമ്മളത് എവിടെ ആയിരിക്കും ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്? എനിക്ക് എന്തായാലും എന്നെ വളർത്തിയത് കൊച്ചിയാണ്. എൻ്റെ സ്ഥാപനം അവിടെയാണ്. അപ്പോൾ എനിക്ക് കൊച്ചിയിൽ തന്നെ ഫസ്റ്റ് ഷോ വേണം എന്നുള്ളൊരു തീരുമാനമുണ്ട്. അതിൻ്റെ പുറകിലുള്ള പണികളിലാണ്. ഓൾറെഡി നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഷോ സെറ്റായിട്ടുണ്ട്, UAE പിന്നെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. കൊച്ചിയിൽ എനിക്ക് അവിടെ നിന്ന് തുടങ്ങി സ്റ്റാർട്ടാക്കണം. ഓക്കെ, അങ്ങനെയാണ് ഇരിക്കുന്നത്. അതൊരു നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റെഡ് ആർമി അല്ലേ, റെഡ് മാർക്ക് അപ്പോൾ നമ്മൾ ഇന്ത്യയിലല്ലാണ്ട് വിദേശ രാജ്യങ്ങളോട്ട് അപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, UAE, സൗത്ത് ആഫ്രിക്ക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഷോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പം മലയാളികൾ ഈ ലോകത്തെല്ലായിടത്തും. അതെ അവർ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, അവർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി ചെയ്യും. കാര്യം എൻ്റെ ആഗ്രഹം അതാണ്. എനിക്ക് ഈ ഒരു റെഡ് മാർക്കിലൂടെ ഞാൻ കുറേ പ്ലാൻസ് ഉണ്ട്. എനിക്ക് മെയിനായിട്ട് ഞാൻ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് പറ്റുന്നിടത്തെല്ലാം ട്രാവൽ ചെയ്യണം. അവിടെ എൻ്റെ ഈ ഒരു റെഡ് മാർക്ക് ഷോ എനിക്ക് ഇവിടെ ചെയ്യണം. അത് നല്ലൊരു ആഗ്രഹമാണ്. കാര്യം അവർക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എനിക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാര്യം അതിപ്പം സൂൺ. അപ്പോൾ വലിയൊരു ടീം വർക്ക് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു ടീം വർക്ക് ഉണ്ട്. കാര്യം ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ ഒരു സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വേണം. അപ്പം നല്ലൊരു ടീമുണ്ട്. ഒരു മാജിക്കൽ പെർഫോമൻസ് ആയിരിക്കും അല്ലേ? മാജിക്കൽ മെന്റലിസം ചേർന്നിട്ടുള്ള ഒരു അടിപൊളി പെർഫോമൻസ് ആണ്. ഓക്കെ, അതിലെ നമ്മളിപ്പോൾ ഈ റെഡ് മാർക്ക് കൊണ്ടുവന്ന് ആൾക്കാരെ ഞെട്ടിക്കാൻ പോവാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം കാണിക്കാവോ? പിന്നെ ഒന്നാമത്തെ കാര്യം ഓക്കെ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഫ്രണ്ടിലെ ഇമേജിൻ ഒരു ബുക്കുള്ളതായിട്ട് ഇമാജിൻ ചെയ്തോ. ഇവിടെ ഇല്ല, എന്നാലും നിങ്ങളെ ഇമാജിനേഷൻ നോക്കട്ടെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് എടുക്കുമോ ബുക്ക്? ഭയങ്കര ഇമാജിനേഷനാണ്. ഓക്കെ, ഒന്ന് പേജസ് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ പറഞ്ഞേ. എത്ര പേജസ് ഉണ്ടെന്ന് നോക്കി പറഞ്ഞേ. ബുക്ക് നോക്കിയോ? ലാസ്റ്റ് പേജ് നോക്കിയോ? എത്ര പേജ് ഉണ്ട്? ഒരു 30 പേജ് ഉണ്ട്. 30 പേജേ ഉള്ളൂ. ഓക്കെ, 30 പേജ് വരുമ്പോൾ ഒരു 1000 അകത്ത് വേർഡ്സ് കാണും അല്ലേ? കാണും. ഇംഗ്ലീഷ് ബുക്ക് കാണും അല്ലേ? ഓക്കെ, ഒന്ന് റിഫിൽ ചെയ്യുമ്പോഴേ ഒരിടത്തൊരു പേജ് സ്റ്റോപ്പ് ആയിട്ടുണ്ടോ നോക്കി, ഒന്ന് റിഫിൽ ചെയ്ത് നോക്കി. സ്റ്റോപ്പായി. ആ ഒരു പേജിൽ ഓക്കെ, ആ ഒരു പേജിൽ ഇങ്ങനെ വായിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചേ. ഓക്കെ, റീഡ് ചെയ്യുമ്പോൾ ഒരു വേർഡിൽ പെട്ടെന്ന് സ്റ്റക്കായി. ആ ഒരു വേർഡ് മനസ്സിലുണ്ട്. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. ഓക്കെ, അതിൻ്റെ അപ്പുറത്ത് ഒരു ഡെക്ക് കാർഡ് ഇരിപ്പുണ്ട്. ചീട്ട് കളിക്കുന്ന ചീട്ട് കളിക്കുന്നില്ലല്ലോ? ഉണ്ടല്ലോ. ഇല്ല.
കളിച്ചിട്ടുണ്ട് മുമ്പ്. കളിച്ചിട്ടുണ്ട്. പൈസ വെച്ചിട്ടാണോ? അല്ല, അല്ല, ചുമ്മാ. കാർഡുണ്ട്. ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, കാർഡ് വേണ്ട. ഇപ്പം മനസ്സിൽ പെട്ടെന്നൊരു കാർഡ് ആലോചിക്കാൻ പറഞ്ഞു, ഏത് ആലോചിക്കും? മനസ്സിൽ പറയണോ? പറഞ്ഞോ. 5 ലവ്. ലവ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണല്ലോ. പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരോട്. ഒരുപാട് പേരോടില്ല. ഇല്ല, കുറച്ച് പേരോട്. അക്സെപ്റ്റ് ചെയ്തോ അതോ? അക്സെപ്റ്റ് ചെയ്തു, പോയിട്ടുണ്ട്. ഇപ്പം 5 of love. എനിക്കറിയാം എന്തെങ്കിലും ചാൻസ് ഉണ്ടോ നിങ്ങളിത് പറയുമെന്ന്? ഇല്ല. ഇപ്പോൾ ബുക്ക് കയ്യിലുണ്ട് അല്ലേ? ഓക്കെ, ഏതൊരു വേർഡ് മൈൻഡിലുണ്ട്? ഐ തിങ്ക് ഒരു 10 ആൽഫബറ്റ്സിൻ്റെ അകത്തുള്ള ഏതൊരു. അതെ. എവിടെയെങ്കിലും ഏതെങ്കിലും ആൽഫബറ്റ്സ് റിപ്പീറ്റ് ആവുന്നുണ്ടോ? ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള റിപ്പീറ്റ് ആവുന്നുണ്ട്. ഉണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് ആൽഫബറ്റ് മൈൻഡിൽ കൊണ്ടുവന്നു. ചിലപ്പം തെറ്റാൻ, ചിലപ്പോൾ ശരിയാവാം. എല്ലാണോ? അതെ. ഞാൻ കണ്ണടച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അല്ലെന്നായിരിക്കും. ഒന്ന് ഞാൻ കണ്ണട ഉള്ളതല്ലേ? ഓ, ലൈറ്റ് ഹൗസ്. അതെ. ആണോ? അതെ, ശരിക്കും അതെ. അതെ, താങ്ക് യു. ഇത് എങ്ങനെയാണ്? ഒരു കാർഡ് പറഞ്ഞില്ലേ? എനിക്കറിയാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇല്ല. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഓപ്ഷൻ ചോയ്സ് അല്ലേ? ഫൈവ് ഓഫ് ലവ്. ഇതെങ്ങനെ കൊണ്ടുവന്നേ? ശരി, നമ്മൾ ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരാളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഈ 5 of love ഒരിക്കലും ഇപ്പം വന്നതല്ല. ഇത് ഞാനിവിടെ നേരത്തെ പരിപാടിക്ക് വരുമ്പോൾ വരച്ച് വെച്ചതാണ്. പക്ഷേ 5 of love നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നു. അതാണ് ഞാൻ ചെയ്തൊരു സംഭവം. അതാണ് ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസിങ്. എൻ്റെ മൈൻഡിന് നമുക്കൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല സംസാരത്തിലൂടെ, നോട്ടത്തിലൂടെ. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. കൊച്ചുനാളിൽ അഖിലിൻ്റെ അമ്മ ഒരു സംഭവം അഖിലൊരു സംഭവം ചെയ്യുന്ന സമയത്ത് ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അഖിലിന് മനസ്സിലാവത്തില്ല അത് എന്തിനാ നോക്കിയെന്നുള്ളത്, എന്തുദ്ദേശം. സിമ്പിൾ ടെക്നിക്ക്. അതുപോലെ നമുക്ക് സംസാരത്തിലൂടെ, നമ്മുടെ ആക്ഷനിലൂടെ ഒക്കെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കുറേയൊക്കെ ഇത് സഹായിക്കും. ലൈക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് പറയിപ്പിച്ചതാണ്. അല്ല, ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് ഞാൻ ഓർത്തില്ല. ആദ്യം ബുക്കിലെ കാര്യം പറഞ്ഞപ്പോൾ ഏകദേശം നമുക്ക് ഒരു 10 ആൽഫബറ്റ് എന്നൊക്കെ ഓർക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അത് വേറെ എന്തെങ്കിലും ടെക്നിക്കായിരിക്കും. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം വന്ന് മെൻ്റലിസം, ഹിപ്നോട്ടിസം ഇതിൻ്റെ എല്ലാം പറ്റി ഒരു നല്ലൊരു അവയർനെസ് തന്ന ആദിലിന് ട്രൈസ്പാർക്ക് മീഡിയയുടെ പേരിലും എൻ്റെ പേരിലും ഒരുപാട് നന്ദി. താങ്ക് യു.